സ്വത്ത് തർക്കത്തെ തുടർന്ന് ഇടുക്കി ചീനിക്കുഴിയിൽ മകനെയും മകന്റെ ഭാര്യയും 2 കൊച്ചുമക്കളെയും തീ കൊളുത്തി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ആലിയക്കുന്നേൽ ഹമീദ് കുറ്റക്കാരനെന്ന് കോടതി. പ്രതിക്കുള്ള ശിക്ഷാവിധി 30-ാം തീയതി കോടതി പറയും. തൊടുപുഴ മുട്ടം 1-ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് ആഷ് കെ ബാലാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി വിധി പറഞ്ഞത്. 2022 മാർച്ച് 19 ശനിയാഴ്ച പുലർച്ചെ 12:30 ആലിയക്കുന്നേൽ വീട്ടിൽ ഹമീദ് അരുങ്കൊല നടത്തിയത്. മകൻ ഷിബു എന്ന് വിളിക്കുന്ന മുഹമ്മദ് ഫൈസൽ, മകന്റെ ഭാര്യ ഷീബ, പെൺമക്കളായ മെഹറിൻ, അസ്ന എന്നിവരെ ജനൽ വഴി കിടപ്പുമുറിയിലേക്ക് പെട്രോൾ നിറച്ച കുപ്പിയെറിഞ്ഞ് തീ കൊളുത്തി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. അർദ്ധരാത്രി ഫൈസലും ഭാര്യയും മക്കളും ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയ ശേഷം കിടപ്പുമുറിയുടെ വാതിൽ പുറത്തുനിന്ന് പൂട്ടി പെട്രോൾ കുപ്പികൾ തീ കൊളുത്തി ജനൽ വഴി അകത്തേക്കെറിയുകയായിരുന്നു. നിലവിളിയും പൊട്ടിത്തെറി ശബ്ദവും കേട്ട് ഉറക്കമുണർന്ന് ഓടിയെത്തിയ അയൽവാസികൾക്ക് അകത്തേക്ക് കടക്കാനായില്ല. 4 പേരും മുറിക്കുള്ളിൽ വെന്തു മരിക്കുകയായിരുന്നു. പ്രതിയുടെ പ്രായം പരിഗണിക്കാതെ പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് എം സുനിൽ മഹേശ്വരൻ പിള്ള കോടതിയിൽ വാദിച്ചു. ശിക്ഷയെപ്പറ്റി ഇന്ന് വാദം കേട്ടു. പ്രോസിക്യൂഷൻ ഇതിൽ പരമാവധി ശിക്ഷ കൊടുക്കണം എന്ന് വാദം പറഞ്ഞിട്ടുണ്ട്. ഈ പ്രതിയുടെ പ്രായമൊഴിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ വധശിക്ഷ കൊടുക്കാൻ പര്യാപ്തമായ ഘടകങ്ങളാണ്. പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ കെ ലാലും പറഞ്ഞു. പുള്ളിക്കറിയാം, പുള്ളി നല്ല പ്ലാൻഡ് ആയിട്ടാണ് ചെയ്തത്. ക്രിമിനൽ മൈൻഡ് പുള്ളിക്കുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. പ്രോസിക്യൂഷൻ 71 സാക്ഷികളെയും പ്രതിഭാഗം 3 സാക്ഷികളെയും വിസ്തരിച്ചു. തെളിവായി പ്രോസിക്യൂഷൻ 137 ഡോക്യുമെന്റ്സും കോടതിയിൽ ഹാജരാക്കി. ഈ മാസം 30 കോടതി ശിക്ഷാവിധി പറയും. കൈരളി ന്യൂസ്, ഇടുക്കി.